90% മാനസിക രോഗങ്ങളും 95% ശാരീരിക രോഗങ്ങളും ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വൻകുടലിൽ നിന്നാണ്. ആയുസ്സ് കുറയുന്നത് വൻകുടലിൽ നിന്ന് തന്നെയാണ്, അല്ല വേറെ സ്ഥലത്തു നിന്ന് മാത്രമല്ല. അതായത് 90% മാനസിക രോഗങ്ങളും നമ്മളുടെ വൻകുടലിൽ നിന്നാണ്. നമസ്കാരം. ഞാൻ ഓരോ സമയത്തും സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ഹാർട്ട് ഡിസീസിനെ പറ്റിയിട്ടാണ്. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നതിന് പകരം ആയിരക്കണക്കിനോ അല്ലെങ്കിൽ നൂറുകണക്കിനോ രൂപയുടെ ചിലവേ വരുന്നുള്ളൂ. അത് നിങ്ങൾ എന്നെ സൗകര്യമായിട്ട് ടെലിഫോണിൽ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഓരോ എപ്പിസോഡ് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും അത്രയും പ്രാധാന്യം ആയതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ WHO തന്നെ പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ 80% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ്, ആവശ്യമില്ലാത്തതാണ് 80%. അതിൽ 100% ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് പേഷ്യൻസിന് ഉണ്ടാവുന്നില്ല. ഇതേപ്പറ്റി കൂടുതലായിട്ട് പേഴ്സണലായിട്ട് വന്നു കഴിഞ്ഞാൽ ഫോണിൽ കൂടെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അതായത് കുട്ടികൾ, പ്രായമായവർ, പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഫഷണലിസ്റ്റ് ഡോക്ടേഴ്സാണ് ഏറ്റവും കേൾക്കേണ്ടത്. നമുക്ക് എങ്ങനെ രോഗം ഉണ്ടാകുന്നു, രോഗം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിവിധി. ഈ രോഗം നമ്മുടെ ഉണ്ടാകുന്നത് മുഴുക്കയും നമ്മുടെ ആഹാരത്തിൽ നിന്ന്, വായുവിൽ നിന്ന്, അതുപോലെ തന്നെ വെള്ളം. ഏറ്റവും കൂടുതൽ വരുന്നത് ആഹാരമാണ്. നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ് ഏത് ആഹാരം കഴിക്കണം, ഏതാഹാരം കഴിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. അതായത് മോർ ദാൻ 90% മെൻ്റൽ ഡിസീസ് ആൻഡ് മോർ ദാൻ 95% ഫിസിക്കൽ ഡിസീസ് കമ്മിങ് ഫ്രം അവർ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതിന് പറയുന്നത് കോളൻ. അതായത് 90% മാനസിക രോഗങ്ങളും 95% ശാരീരിക രോഗങ്ങളും ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വൻകുടലിൽ നിന്നാണ്. ഇത് എൻ്റെ വാക്കല്ല, ഇത് അമേരിക്കൻ റിസർച്ച് ഫൗണ്ടേഷൻ പിന്നെ WHO കൂടിയിട്ട് 15-16 വർഷം റിസർച്ച് ചെയ്തതിന് ശേഷമാണ് അവർ ഈ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളത്. അപ്പം നമ്മുടെ വൻകുടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നു, വായിൽ ചെന്നിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നു. ഗ്രൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് നമ്മൾ ഈ ചവച്ചരച്ച് ഉള്ള അവയവമാണ് പല്ല്. അപ്പോൾ പല്ലും തൊട്ട് നമ്മുടെ മലദ്വാരം വരെയാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ അല്ലെങ്കിൽ രോഗാണുക്കൾ ഉണ്ടാകുന്ന 2 സ്ഥലമാണ്. ഒന്ന് നമ്മുടെ വായിൽ നിന്ന്, 2 മലദ്വാരത്തിൽ നിന്ന്. ഞാൻ ഈ വായിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഏറ്റവും പ്രാധാന്യം വരുന്ന ഡെൻ്റൽ ഡോക്ടേഴ്സാണ് ഇത് അറിയേണ്ടത്. ഈ ഡെൻ്റൽ ഡോക്ടേഴ്സിൻ്റെ ചുമതലയാണ് എന്തുകൊണ്ട് പല്ലിന് അസുഖം വരുന്നു, എന്തുകൊണ്ട് പല്ലിന് കേടുണ്ടാകുന്നു, എങ്ങനെ നമുക്ക് പല്ലിനെ സംരക്ഷിക്കാം, അതുപോലെ ച്യൂയിങ് ഇതിൻ്റെ എന്താണ് പ്രാധാന്യം, അത് അവർ പഠിപ്പിച്ച് അവരുടെ പേഷ്യൻസ് എടുത്ത് പറയത്തേയില്ല. ഞാൻ ഒരുപാട് ഡെന്റിസ്റ്റിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ ഈ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഈ കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ സർജൻസിനാണെങ്കിൽ തന്നെയും അക്യുപഞ്ചർ, അനസ്തേഷ്യ, ഈ അനസ്തേഷ്യയ്ക്ക് സർജൻസ് തന്നെയും വന്നൊരു ക്ലാസ് എടുത്തു. അതുപോലെ തന്നെ ഈ ഡെൻറ്റിസ്റ്റ്, അവർക്ക് തന്നെ ഹോളിസ്ട്രി ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞുണ്ട്. കാരണം ഈ കെമിക്കൽസ് കൂടാതെ തന്നെ അവർക്ക് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നാച്ചുറലായിട്ട്, അതിനാണ് ഹോളിസ്റ്റിക് ഡെൻറ്റിസ്ട്രി. ഈ ഒരു ബ്രാഞ്ച് യൂറോപ്പിലും അമേരിക്കയിലും മാത്രമേ അത് വളർന്നിട്ടുള്ളൂ. ഇപ്പോഴും നമ്മൾ പഴയ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എല്ലാ മെഡിക്കൽ സിസ്റ്റവും ഒരു 25, 30 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 50 വർഷത്തിൽ പുറകിലാണ് മറ്റ് ഡെവലപ്പ് കൺട്രീസ് കമ്പയർ ചെയ്യുമ്പോൾ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് സോക്കേട് ഉണ്ടാകുന്നതാണ്. അതായത് ഈ ഡൈജസ്റ്റ് സിസ്റ്റം നമ്മുടെ സ്റ്റൊമക്കിൽ വന്ന് പാർഷ്യലായിട്ട് ദഹിച്ച് പിന്നെ അതിൽ കൂടുതൽ നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ ദഹിക്കും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വേസ്റ്റായിട്ട് വരുന്ന ഫീസിസ് അല്ലെങ്കിൽ മലം, ഇതെല്ലാം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് വൻകുടൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെപ്റ്റിക് ടാങ്കാണ്. കാരണം ഈ നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതെല്ലാം നേരെ പോയി വീഴുന്നതും അല്ലെങ്കിൽ അബ്സോർഷൻ നടക്കുന്നതും വൻകുടലിൽ നിന്നാണ്.
അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീസിസ് അല്ലെങ്കിൽ മലം കെട്ടിക്കിടക്കുന്നിടത്താണ് വെള്ളവും കൂടെ ഉള്ളത്. അത് എന്താ കാര്യം എന്നറിയത്തില്ല, അല്ലെങ്കിൽ ഈ പ്രകൃതി അല്ലെങ്കിൽ ഇതെന്താണ് പിന്നെ ഇതിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. പക്ഷേ ഈ ഫീസിസ്, അതായത് സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് നമുക്ക് വെള്ളം ബോഡിയുടെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നത്. ഇതവിടെ നേരെ പോയിട്ട് കിഡ്നിയെ ഫിൽട്ടർ ചെയ്താണ് വിടുന്നത്. അപ്പോൾ നമ്മൾ നല്ല വെള്ളം കുടിച്ചില്ലെങ്കിൽ കിഡ്നിക്ക് ഏറ്റവും പ്രോബ്ലമാണ്. അപ്പോൾ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇത് രക്തത്തിലേക്ക് പോകുന്നത്. ഈ രക്തത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 85 to 90% വാട്ടറാണ്. ബ്ലഡിൽ തന്നെ ഏകദേശം 90% വാട്ടറാണ്. ഇത്ര ഹാർഡായിട്ടുള്ള എല്ലിൽ തന്നെയും 40-45% വെള്ളമാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള അവയവങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വെള്ളം വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ വെള്ളം കിട്ടുന്ന സ്ഥലം സെപ്റ്റിക് ടാങ്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടലാണ്. അപ്പോൾ ഇതിന് കുറച്ച് നാച്ചുറലായിട്ട് ചെയ്യാവുന്നത്, ഒരു മനുഷ്യൻ ദിവസം കഴിക്കേണ്ടത് കുടിക്കേണ്ടത് ഏകദേശം ഒരു 4 ലിറ്റർ വെള്ളമാണ്. അത് ആഹാരത്തിൻ്റെ കൂടെ കഴിക്കാത്തതാണ് ഏറ്റവും നല്ലത്. ഒന്നിൽ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് 1 മണിക്കൂറിന് മുമ്പോ 1 മണിക്കൂറിന് ശേഷമാണ് നമ്മളത് കഴിക്കേണ്ടത്. പിന്നെ അടുത്തത് ഇതാണ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ കോളൻ ഹാവ് more than 500 different types of bacteria, bacillus, fungus and virus. എല്ലാ രോഗങ്ങളുടെയും സീറ്റ്, അതായത് ലൈഫ് ആൻഡ് ഡെത്ത് ബിഗിൻ ഫ്രം ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ, നോട്ട് ഫ്രം എനി പാർട്ട് ഓഫ് ദി ബോഡി. നമ്മുടെ പിന്നെ ആയുസ് കുറയുന്നത് വൻകുടലിൽ നിന്ന് തന്നെയാണ്, അല്ല വേറെ സ്ഥലത്തു നിന്ന് മാത്രമല്ല. അതായത് 90% മാനസിക രോഗങ്ങളും നമ്മളുടെ വൻകുടലിൽ നിന്നാണ്. അതുപോലെ 95% ഫിസിക്കൽ ഡിസീസ്, ബാക്കി കാണുന്ന എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നതും വൻകുടലിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ വൻകുടൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സാക്ട്ലി ദ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ. ഇപ്പോൾ ഒരാളിൻ്റെ ഹൈറ്റ് 5 അടിയാണെങ്കിൽ കറക്റ്റായിരിക്കും അങ്ങയുടെ ലാർജ് ഇൻറ്റസ്റ്റൈനും 5 അടിയായിരിക്കും. പിന്നെ ഈ കോളൻ റെപ്രസെൻറ്റ് ഓൾ ദി ഓർഗൻസ് ഓഫ് ദി ബോഡി. ഇപ്പോൾ ഉദാഹരണം, അത് ഡോക്ടേഴ്സിനാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ അതിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെൻഡിങ് കോളൻ, ഈ വൻകുടൽ മേളിലോട്ടുള്ളത്, പിന്നെ ട്രാൻസ്വേഴ്സ് അവിടെ ചെന്നിട്ട് ഈ സൈഡിലേക്ക് വരും, അത് കഴിഞ്ഞിട്ട് ഡിസെൻഡിങ് കോളൻ താഴോട്ട് വരും. അപ്പോൾ ഈ മാനസിക രോഗികൾ, അതായത് നമ്മൾ ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ നമ്മൾ മേളിലോട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഈ പിന്നെ ആദ്യം തുടങ്ങുന്നതാണ് നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മലം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ് പേഴ്സൺ വിൽ ബി ആൻ മെൻ്റൽ ഡിസീസ്. അപ്പോൾ മെൻ്റൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാരണങ്ങൾ വരാം. ഈ പിന്നെ ആൾക്ക് പല രീതിയിൽ, ഇപ്പോൾ ഉദാഹരണം ഉറക്കമില്ലാത്തൊരു കാരണം, പിന്നെ സാഡിസ്റ്റ് മറ്റൊരു കാരണം. ഇതിൻ്റെ എല്ലാ ഇമ്പാക്ഷൻ വരുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങാണ്. അത് കഴിഞ്ഞ് മേളിലോട്ട് വന്നവർ പിന്നെ സൈഡിലോട്ട് താഴോട്ടും വരും. അപ്പോൾ ഇതിനെല്ലാം എല്ലാ അവയവങ്ങളെയും അത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ ഒരു പിക്ചറുണ്ട്, അത് കന്നിനി വേറൊരിതിൽ നമുക്കത് ഞാനത് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാ രോഗങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം എയ്ഡ്സ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, വറി, പിന്നെ എല്ലാ രോഗങ്ങളും അതിനകത്ത് ഇന്ന രോഗമൊന്നും ഇല്ല. ഇത് എങ്ങനെ നമുക്ക് ഇത് ആരോഗ്യം നിലനിർത്താൻ ഈ കോളൻ ഒരു ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ആരോഗ്യം നിലനിർത്താൻ ജസ്റ്റ് ക്ലീൻ ദ കോളൻ ആൻഡ് ദ റൈറ്റ് ഫുഡ്.